ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ലീവ് ആയതുകൊണ്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള ചിക്കൻ എടുത്തിട്ട് ബാക്കി ഞാൻ ഈ ഒരു ബോക്സിലാണ് കേട്ടോ എടുത്ത് വെക്കാറ്. അങ്ങനെ അത് ഫ്രീസറിൻ്റെ അകത്ത് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ വേഗത്തിൽ ആ ചിക്കൻ വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇപ്പം നവമീൻ്റെ ലീവാണല്ലോ, അപ്പോൾ വീട്ടിലാരും നവമി എടുക്കുന്നില്ല. അതാണ് ചിക്കനും മീനൊക്കെ വാങ്ങിച്ചത്. പിന്നെ ചിക്കന് വേണ്ട തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ഞാൻ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇടിച്ചെടുത്തു കേട്ടോ. പിന്നെ എല്ലാം കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പലരും പല രീതിയിലാണ് ചിക്കൻ കറി വെക്കാറ്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഞെരടി മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും പുറത്തൊന്നും വാങ്ങിക്കാറില്ല. മുളക് വാങ്ങി ഉണക്കി പൊടിപ്പിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മല്ലിയും. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് വെന്തതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുക. പൊരിക്കാനുള്ള മീനൊക്കെ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം വെക്കും. അതിന് ശേഷമാണ് കേട്ടോ പൊരിക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം വെക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഉപ്പേരിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ ഒരു സമയം കൊണ്ട് ഞാൻ റെഡിയാക്കുകയാണ്. ഇന്ന് മാമ്പും പയറുമാണ് ഉപ്പേരി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിൻ്റെ അകത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കറ പോകാൻ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം മിക്സ് ചെയ്ത് ചെയ്യാത്തത്. അങ്ങനെ ഉപ്പേരിക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മീനില്ലേ, അത് ഞാൻ പാനിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വായയിൽ വെച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, മീൻ കരിയേയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് മീൻകറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ചിക്കനുണ്ട്, ഉപ്പേരിയുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.